ജാമതി ടീച്ചർ, നമ്മൾ ഈ പൊതിഞ്ഞു പിടിക്കലിൻ്റെ രാഷ്ട്രീയം നമ്മൾ കുറെ കാണുകയാണ്. നേരത്തെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അക്യുപങ്ക്ചറിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ചില ഗ്രൂപ്പുകൾ ഇവിടെ സജീവമാകുകയാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഏത് നൂറ്റാണ്ടിലേക്കാണ് കേരളത്തിലെ സ്ത്രീകളെ, കേരളത്തെ സമൂഹത്തെ ഒരു വിഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ, പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവർ ഒളിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിൽ ടീച്ചർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആ വീഡിയോ ദൃശ്യത്തിൽ നിന്ന് തന്നെ ഏതു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചികിത്സാ രീതി എന്ന് നമുക്ക് വ്യക്തമാണ്. ഇതുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകൾ, സ്ത്രീ വെറും ഒരു പേറിയന്ത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ 5 തവണ ബാങ്ക് വിളി കേട്ടതിന് ശേഷം മാത്രമേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പറഞ്ഞത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ പകര എന്ന് പറയുന്ന ഒരു ഉസ്താദ് മൗലവി, അദ്ദേഹം പറഞ്ഞത് ആന എത്ര പ്രസവിക്കുന്നു, ആനയുടെ പ്രസവം പോലെ ഇടങ്ങേറായ ഒരു പ്രസവം വേറെ ഉണ്ടോ? എന്നിട്ട് ആ ആന എത്ര ആശുപത്രിയിൽ പോകുന്നു, ആശുപത്രിയിൽ പോകുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾക്കും വാക്സിനേഷനും ഡോക്ടറുടെ ജാതി മതം, നേഴ്സിന്റെ ജാതി മതം, ഇതെല്ലാം പ്രശ്നമാക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവരാണ്. അപ്പൊ അവരുടെ ആ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏതെങ്കിലും ഒരു അവാർഡ് ദാന ചടങ്ങിന് വന്നവരാണോ അവർ. വീട്ടിൽ പ്രസവിച്ച ഏതാണ്ട് 430ഓളം കേസുകളാണ് അതിന് നമുക്ക് ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാം ഏതു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ചിലർക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമാണ്, വീട്ടിനകത്ത് കുട്ടികളെ വളർത്തുക, വീട്ടുകാര്യങ്ങൾ നോക്കുക, അതിനുവേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞ ഒരുപാട് മൗലവിമാർ, കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളുടെ കൈവിറയ്ക്കും, അതുകൊണ്ട് പെണ്ണ് പഠിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളെ നമുക്കറിയാം. പെണ്ണുങ്ങളെ പഠിപ്പിച്ച് ഡോക്ടറാക്കേണ്ടതില്ല. അങ്ങനെ ഒരു ദുർബല സമൂഹത്തെ വാർത്തെടുക്കാനും സ്ത്രീകളെ ചവിട്ടി താഴ്ത്താനും വേണ്ടി ശ്രമിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ഹറാമാണ്, ചികിത്സ പാടില്ല. ഒരു ഉസ്താദ് കണ്ണട വെച്ചിട്ട് വന്ന് പറയാണ് ചികിത്സ ഹറാമാണ്, ചികിത്സ പാടില്ല, മതം അതിനെ അങ്ങേ അറ്റം വിലക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഏതാണ്ട് കുറച്ച് നേരത്തെ വന്ന പുതിയൊരു വാർത്തയാണ്. മലപ്പുറം ജില്ലയിൽ 18 പേർക്ക് കുഷ്ഠരോഗം. എന്താ കാരണം? ഒരു മാസത്തിനിടയിൽ 3 കുട്ടികൾക്കും 15 മുതിർന്നവർക്കും രോഗം കണ്ടെത്തി. വാക്സിൻ എടുക്കുന്നില്ല. ഇവർക്ക് എല്ലാ കാര്യങ്ങളും എവിടെയും ഇവർക്ക് പ്രശ്നമാണ്. ഇവർ വാക്സിൻ എടുക്കുന്ന കാര്യം വരുമ്പോൾ ഇവരെന്താ പറയുക, ഫുട്ബോളിന്റെ കാര്യം വരുമ്പോൾ ഇവരെന്താ പറയുക, അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, എല്ലാ വിഷയങ്ങൾക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരതിനകത്ത് മതം കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ മതത്തെ നമ്മൾ പറയുമ്പോഴോ എല്ലാ വിഷയങ്ങളും നിങ്ങൾ മതത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് കെട്ടരുത് എന്നാണ് ഇവര് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് മ്യാൻമാറിൽ മുസ്ലിം ഭീകരനെ കണ്ടാൽ കൊല്ലാനുള്ള ഉത്തരവ്? കാരണം അവരെ നവോത്ഥാനത്തിൽ നിന്നും രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. ജപ്പാനിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം നിരോധിച്ചത്? ഇസ്ലാം പ്രചരിപ്പിക്കൽ നിയമപരമായ കുറ്റമായത് എന്തുകൊണ്ടാണ്? അവർ ആ രാജ്യത്തിന്റെ വളർച്ചയെ തകർക്കുന്ന രൂപമാണ് അവർ സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും നിലപാടുകളും. ഇപ്പൊ അങ്കോള എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്ലാം മുഴുവനും നിരോധിച്ചു. ഇപ്പൊ നോമ്പ് കാലമാണ്. ചൈനയിൽ നോമ്പ് പാടില്ല, നോമ്പ് പിടിക്കരുത് എന്ന് മാത്രം. അത് വെമ്പായ നസീർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചൈനയിൽ നോമ്പ് പിടിക്കരുത് എന്നാണ് ഉത്തരവ്. മാത്രവുമല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയാക്കി അതാത് കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം കൂടി ചൈനീസ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വെമ്പായ നസീറിന്റെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ രാജ്യത്തെ നവോത്ഥാനത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന എല്ലാ തരത്തിലുള്ള സമീപനങ്ങളെയും ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകവ്യാപകമായി ഇവർ വലിയ രൂപത്തിലുള്ള വിപത്തുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ പള്ളികളിലും ഹമാസിന് വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നു. ആരാ ഹമാസ്? ഹമാസ് എന്ത് ആശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വാക്സിൻ എന്ന് മാത്രമല്ല, വീട്ടിലെ പ്രസവം എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഇവർ എതിര് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും ഇവരെ സംബന്ധിച്ച് ഇവരെവിടെയൊക്കെ കാലുകുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന കാരണം അതാണ്. എവിടെ ഒരു തീവ്രവാദം നടന്നാലും ഇതിന് പിന്നിൽ ഇവർ തന്നെയാണോ എന്ന് ഇവര് പോലും സംശയിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്.
മതേതര ഇന്ത്യയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതല്ല. പക്ഷെ ഈ വിഭാഗത്തിന്റെ വിഷയങ്ങൾ എടുത്താൽ പറയാൻ എമ്പാടും കാര്യങ്ങളുണ്ട്. വീട്ടിലെ പ്രസവം, ആ വേഷവിധാനങ്ങളിൽ നിന്നും നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇവരേതെങ്കിലും ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചിട്ട് ഇവര് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന വീഡിയോ ആണോ? അല്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് തന്നെ അവരുടെ അങ്ങയിലേക്ക് എത്താം. ടീച്ചർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങയിലേക്ക് തന്നെ വരാം. അപ്പൊ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനു മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജില് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലസ്റ്റർ കൊടുക്കുന്ന ഒരു ക്യാമ്പ്. അതിനകത്ത് തൃശ്ശൂരാണ് ഒരു കർട്ടൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് ഒരു മറ. നമ്മുടെ നാട്ടിലാണ് 5 കുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഇസ്ലാമിക വസ്ത്രം ധരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഇങ്ങനെ അനേകായിരം സംഭവങ്ങളുണ്ട്. ചേലാകർമ്മത്തെ തുടർന്ന് വീടുകളിൽ മരിക്കുന്ന എത്രയെത്ര കുഞ്ഞുങ്ങളുണ്ട്. പ്രസവത്തോടനുബന്ധിച്ചിട്ട് വീടുകളിൽ മരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ പ്രസവിച്ചു ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേരൻസ് വലിയ രൂപത്തിൽ ബഹളമുണ്ടാക്കിയത് നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഈ മതവിഭാഗം, ഈ മതത്തിന്റെ പുരോഹിതന്മാർ സ്ത്രീകളുടെ മുന്നേറ്റത്തെ, മുസ്ലിം സമുദായത്തിന്റെ മുന്നേറ്റത്തെ പിന്നോട്ടടിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ ഞങ്ങളുടെ മതത്തെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു നഗ്ന സത്യമാണ്. ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി, ഇതാണ് സത്യം. ശ്രീ വെമ്പായ നസീർ, ഇതാണ് സത്യം എന്ന് സാമൂഹ്യ നിരീക്ഷകയായ ജാമിദ ടീച്ചർ പറഞ്ഞു വെക്കുകയാണ്. താങ്കൾക്ക് മറുപടി പറയാം. സാമൂഹ്യ നിരീക്ഷക ജാമിദ ടീച്ചർ അത് ജാനകി ടീച്ചർ എന്ന് പേര് മാറ്റിയിട്ട് പറഞ്ഞാൽ ആർക്കും ഒരു സംശയമില്ല, ഒന്നുമില്ല. ഒരു മുസ്ലിങ്ങളെ പേര് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഞാനൊന്ന് പറയട്ടെ. ഒരു മുസ്ലിം, ഈ ജാമിദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പേരാണ്. ആ ഇസ്ലാമിക പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തന്നെ കുറ്റം പറയുന്നത് നല്ലതാണോ ശരിയാണോ തെറ്റാന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പറയുക. ഇച്ചിരിയെങ്കിലും അന്തസ്സുള്ള പേര് മാറ്റണം. മനസ്സിലായില്ലേ? എന്നിട്ട് വിമർശിക്കാം. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ എന്ത് കാര്യത്തിലാണ് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? മുസ്ലിം തെറ്റുള്ള പേരും വെച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ തന്നെ നിരന്തരം ഞാൻ അംഗീകരിക്കില്ല. ടീച്ചർ ഊന്നി നിന്നുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാം. ഞാൻ പറയാം. ചൈനയില് മുസ്ലിം പള്ളി അവിടെ ഇല്ല എന്നും ബാങ്ക് വിളി നിർത്തിയെന്നും നോമ്പ് നിരോധിച്ചെന്ന് നിങ്ങൾ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ചൈനയിലെ മുസ്ലിങ്ങളെ പള്ളി നിരോധിച്ചെന്നും മുസ്ലിമക്ക് നിസ്കാരം ഇല്ലെന്നും നോമ്പ് പിടിക്കാൻ പറ്റില്ല എന്ന് ചൈനീസ് സർക്കാർ കൊണ്ടുവന്ന് തെളിവ് കാണിച്ചു തരൂ. പച്ചക്കള്ളം പതിനായിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് ജനം ടി വി. ജനം ചാനലില് 10,000 ആൾക്കാർ കാണുന്ന ചാനൽ. ഇവിടെ പച്ച നുണ പറയരുത്. ചൈനയിൽ അങ്ങനത്തെ ഒരു നിയമം ചൈനീസ് സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. വെറുതെ വന്ന് ഇങ്ങനെ ഇരുന്ന് ടീച്ചർ പറയരുത്. അത് ചൈനീസ് സർക്കാർ അതുപോലെ മുസ്ലിങ്ങളെ നിരോധിച്ചെന്ന് അത് ഞാൻ അംഗീകരിക്കില്ല. അത് പച്ചക്കള്ളമെന്ന് ടീച്ചർ പറഞ്ഞത് അത് തിരുത്താൻ ടീച്ചർ തയ്യാറാവണം. ഒന്ന്. രണ്ടാമത്തെ കാഴ്ച പറഞ്ഞത് ഈ തുടക്കത്തിലേക്ക് ഞാൻ വരാം. ടീച്ചർ ഒരു സെക്കൻഡ് പ്ലീസ്. ഒരു സെക്കൻഡ് ടീച്ചർ. ബഹുമാന്യനായ അവതാരിക പറഞ്ഞു അക്യുപങ്ചർ ഇത് നടത്തി. ഈ അക്യുപങ്ചർ ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം ഒന്ന് പറയണം. ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം? ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയണം. ഈ അക്യുപങ്ചർ അക്യൂസ് എന്ന് പറയുന്ന ഈ സംഘടന, ഈ ലേഡീസ് സ്ത്രീകൾ നടത്തുന്ന ഈ സംഘടന, ഈ പ്രസവിക്കണം വീട്ടിൽ പ്രസവിക്കണം എന്ന് പറയുന്ന ഈ സംഘടന ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം ഒന്ന് പറയണം. അത് പറഞ്ഞ നമുക്ക് ബാക്കി ചർച്ച തുടരാം. താങ്കൾ ഒരു കാര്യം ചോദിച്ചു, അതിനോടനുബന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് അതിലേക്ക് മറുപടിയിലേക്ക് വരാം. മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് ഇസ്ലാമുമായി എന്താണ് ബന്ധം? അത് ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞ ഈ വ്യായാമ കൂട്ടായ്മയായിട്ട് ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം എനിക്ക് ചോദിച്ചത്. അത് മുസ്ലിങ്ങൾക്ക് കൂടിപ്പോയി. അത് പറഞ്ഞത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മാസ്റ്ററാണ്. താങ്കൾ ശബ്ദമുയർത്തി താങ്കൾ പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കില്ലേ? താങ്കൾ പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കില്ലേ? അങ്ങോട്ട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഈ ചർച്ചയിലേക്ക് വരൂ. ഇവിടെ മെക്സവൻ
തീവ്രവാദ ഗ്രൂപ്പാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഇവിടത്തെ സംഘപരിവാർ ഗ്രൂപ്പുകളല്ല. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. മോഹനൻ മാസ്റ്ററാണ് അക്കാര്യം പറഞ്ഞത്. പക്ഷേ മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നതോടെ അതിൽ നിന്ന് മോഹനൻ മാസ്റ്റർ പിന്നോട്ട് പോയി. ഇവിടെ വേണം ഈ അക്യൂപങ്ക്ചറും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം കൂടി നിർവചിക്കപ്പെടേണ്ടത്. ജാമിയ ടീച്ചർ ഒന്ന് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ MEC7 ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് എന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? SDPI ഇവർ അംഗീകരിക്കുന്നുണ്ടോ? MEC7-എതിരെ ആദ്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് സംഘികളോ ത്രിസംഘികളോ ആയിരുന്നില്ല. അപ്പോ ഇദ്ദേഹം ചോദിക്കുന്നു, അവരും ഇസ്ലാമും, അതായത് ഈ വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അവാർഡ് നൽകുന്ന, അവരെ അല്ലെങ്കിൽ അനുമോദിക്കുന്ന ഒരു ചടങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ മുസ്ലിമാണോ അവരും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് മിനിമം ആ അവാർഡ് ദാന വീഡിയോ അല്ല അത് എന്നെങ്കിലും ഉറപ്പുവരുത്തണമായിരുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും, ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമാണല്ലോ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇതൊരു ബിരുദദാന ചടങ്ങാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ല, വീട്ടിലെ പ്രസവം നടത്തിയതിന്റെ അവാർഡ് ദാന ചടങ്ങാണ്. അതിനകത്ത് ടീച്ചറിലേക്ക് വരാം. ഡോക്ടർ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ഇപ്പൊ നേരത്തെ ഒരു പറഞ്ഞതില് ഈ വീട്ടിലെ പ്രസവക്കാർ പലപ്പോഴും പറയുന്ന ഒരു വാദമാണ്, മൃഗങ്ങൾ പ്രസവിക്കുന്നുണ്ടല്ലോ, അത് വല്ല ഡോക്ടർ ആശുപത്രി ചെന്നിട്ടാണോ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പക്ഷെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട, നമുക്കറിയാം വിൽഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജന്തുവിനെ നമ്മൾ അറിയാം, കുതിരമാൻ എന്ന് പറയും. ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടമായിട്ട് ഓടിപ്പോകുന്ന ഒരു സാധനമാണ്. കുതിരയുടെ മുഖവും പിന്നെ പശുവിന്റെ കൊമ്പും മാനിന്റെ ദേഹവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ജീവിയാണത്. അതിന്റെ ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിപ്പോകുന്നത് നമ്മളെപ്പോഴും കാണാം, നാഷണൽ ജോഗ്രഫിയിലൊക്കെ കാണുന്ന വിൽഡ് ബീസ്റ്റ്. ഈ വിൽഡ് ബീസ്റ്റിന്റെ പ്രസവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടി അടുത്ത മിനിറ്റിൽ അത് എഴുന്നേറ്റ് നിൽക്കും, രണ്ടാമത്തെ മിനിറ്റിൽ ഈ തള്ളയുടെ കൂടെ ഓടിപ്പോകും. എത്ര മനുഷ്യക്കുട്ടികൾ അങ്ങനെ പ്രസവിച്ചിട്ട പാടെ ഓടിപ്പോകും അമ്മയുടെ പിന്നാലെ? എത്ര കുട്ടികൾക്ക് അതിന്റെ ആ ഓടാനുള്ള, ജനിച്ച ഉടനെ ഓടാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിറാഫ് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിറാഫിന്റെ കൊച്ച് അതിന്റെ പ്രസവം, മൃഗങ്ങളൊക്കെ നിന്നിട്ടാണല്ലോ പ്രസവിക്കുക, നിന്ന് അതിന്റെ മുകളിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഏതാണ്ട് ഒരു 8 അടി ഉയരത്തിൽ നിന്നാണ് ഈ കൊച്ചു താഴെ വീഴുന്നത്. അത് തലയും കുത്തിയിട്ടാണ് താഴെ വീഴുന്നത്. ഒരു പ്രസവിച്ച ഉടനെയുള്ള ഒരു മനുഷ്യൻ കുഞ്ഞിന് 7 അടി ഉയരത്തിൽ നിന്ന് താഴെ കിട്ടിയാൽ എന്താ സ്ഥിതി? ഇതാണ് നമ്മളെ ഇതിന് ഈ കമ്പയർ ചെയ്ത് പറയുന്ന ആൾക്കാരോട് പറയാനുള്ള അതൊന്ന് ചുരുങ്ങിയ വർഷം നിങ്ങളൊക്കെ ഒന്ന് നാഷണൽ ജോഗ്രഫിക്കെങ്കിലും കാണുക, എന്നിട്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, നമ്മളിപ്പോ കോഴി മുട്ട വിരിഞ്ഞ് പുറത്ത് വന്ന ഉടനെ തന്നെ കോഴി കുഞ്ഞുങ്ങൾ അരി കൊത്തി തിന്നും അല്ലെ? എത്ര മനുഷ്യക്കുട്ടി എഴുന്നേറ്റ് പ്രസവിച്ച് വന്ന ഉടനെ തന്നെ രാവിലെ പ്രസവിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എഴുന്നേറ്റ് സ്കൂളിൽ ഭക്ഷണം കഴിക്കും. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒന്നും പറയാനില്ല. നമ്മൾ ഈ കേരളത്തിൽ വളരെയധികം ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഗവൺമെന്റിന്റെ സഹകരണത്തോടെ. ഓഫ് കോഴ്സ് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഈ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പുരോഗതി ദയവ് ചെയ്ത് നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഇതിന്റെ പുറകിലുള്ള ആൾക്കാരോട് പറയാനുള്ളൂ.